സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ചാണ്. ഈ അടുത്ത് ഒരുപാട് വാർത്തകളിലൊക്കെ വന്ന വിഷയമാണല്ലോ. നിങ്ങൾ പങ്കുവച്ച ആ ലേഖനം ഇറാൻ ഇസ്രായേൽ സംഘർഷം സത്യവും യാഥാർത്ഥ്യവും, അതിലെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. അതായത് പതിറ്റാണ്ടുകളായിട്ട് ഒരുതരം നിഴൽ യുദ്ധം പോലെ നടന്നിരുന്ന ഈയൊരു പ്രശ്നം പെട്ടെന്നെങ്ങനെയാണ് ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറിയത്? അതാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത്. ശരി, നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്നും തുടങ്ങാം, അല്ലേ? ഇറാൻ അതൊരു ഷിയ ഇസ്ലാമിക രാജ്യം. പശ്ചിമേഷ്യയിൽ പൊതുവെ പാശ്ചാത്യ സ്വാധീനത്തെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഇടപെടലിനെ ശക്തമായിട്ട് എതിർക്കുന്നൊരു രാജ്യം. അതെ. ഇസ്രായേലിനെ അവർ അംഗീകരിക്കുന്നില്ല. പിന്നെ ഈ ഹമാസ്, ഹിസ്ബുള്ള പോലെയുള്ള പലസ്തീൻ ഗ്രൂപ്പുകൾക്ക് അവർ പിന്തുണ നൽകുന്നുമുണ്ട്. ഇനി ഇസ്രയേലാണെങ്കിൽ 1948 രൂപീകരിക്കപ്പെട്ട ഒരു ജൂതരാഷ്ട്രം, അമേരിക്കയുടെ വളരെ അടുത്ത ഒരു സഖ്യകക്ഷിയാണ്. അപ്പോൾ ഇത് വെറുമൊരു അതിർത്തി തർക്കമല്ലെന്ന് വ്യക്തമാണല്ലോ. ഒരിക്കലുമല്ല. ഇതൊരു പ്രത്യയശാസ്ത്രപരമായ പോരാട്ടം കൂടിയാണ്. പിന്നെ ഈ മേഖലയിൽ ആർക്ക് മേധാവിത്വം വേണം എന്നുള്ള ഒരു വടംവലിയും ഇതിന്റെ പിന്നിലുണ്ട്. ആ ലേഖനത്തിൽ എടുത്തു പറയുന്ന ഒരു പ്രധാന കാര്യം, ഇറാൻ സാധാരണഗതിയിൽ നേരിട്ടൊരാക്രമണത്തിന് മുതിരാതെ അവരുടെ പ്രാദേശികമായിട്ടുള്ള ചില സായുധ ഗ്രൂപ്പുകൾ, ഈ പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് നമ്മൾ പറയുന്നത്, അതെ, ഈ പ്രതിനിധി ഗ്രൂപ്പുകൾ, അവരെ ഉപയോഗിച്ചാണ് കാലങ്ങളായിട്ട് ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ചിരുന്നത്. ലെബനനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, പിന്നെ യമനിലെ ഹൂതികൾ, ഇവരൊക്കെ ഉദാഹരണങ്ങളാണ്. അതായത് ഇറാന്റെ ലക്ഷ്യങ്ങൾക്കു വേണ്ടി പരോക്ഷമായി യുദ്ധം ചെയ്യുന്നവർ. അപ്പോ ഈ പരോക്ഷ യുദ്ധം എന്ന രീതിക്ക് ഒരു മാറ്റം വരുന്നത് എപ്പോഴാണ്? 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയല്ലോ. അതിനുശേഷം ഗാസയിലെ വലിയ യുദ്ധം തുടങ്ങി. അതൊരു പ്രധാന വഴിത്തിരിവായിരുന്നോ? തീർച്ചയായും. ഗാസയിലെ യുദ്ധം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയെന്ന് പറയാം. ഹമാസിന് പിന്നിൽ ഇറാനാണ്, അവർ ആയുധവും പണവും കൊടുക്കുന്നുവെന്നൊക്കെ ഇസ്രയേലും അമേരിക്കയും ആരോപിച്ചു. ഇറാനാകട്ടെ പതിവുപോലെ നേരിട്ട് പങ്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ പലസ്തീനിന്റെ ചെറുത്തുനിൽപ്പിന് ധാർമ്മിക പിന്തുണയൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇറാന്റെ ആ പഴയ രീതിയിൽ നിന്ന് ശരിക്കും ഒരു മാറ്റം വരുന്നത് അത് 2024 ഏപ്രിലിലാണ്. ഓ, സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാനിയൻ കോൺസുലേറ്റിന് നേരെ ഒരു ആക്രമണം നടന്നില്ലേ? അതെ. അതിലെ ഇറാന്റെ കുറച്ച് ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഒരു രാജ്യത്തിന്റെ കോൺസുലേറ്റ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ മണ്ണുപോലെ തന്നെയാണല്ലോ അന്താരാഷ്ട്ര നിയമത്തിൽ കണക്കാക്കുന്നത്. അതെ. അപ്പൊ അതാണോ ശരിക്കും ഇറാനെ പ്രകോപിപ്പിച്ചത്? കൃത്യമായി പറഞ്ഞാൽ അതാണ്. ആ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാൻ ഉറപ്പിച്ചു. അതിനൊരു തിരിച്ചടി എന്ന നിലയ്ക്കാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇറാൻ സ്വന്തം രാജ്യത്തു നിന്ന് തന്നെ ഇസ്രായേലിനെതിരെ 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും അയച്ചത്. ലേഖനത്തിൽ പറയുന്നൊരു പ്രധാന പോയിന്റ് അതാണ്. ഇറാന്റെ ആ ഒരു തന്ത്രപരമായ ക്ഷമ, സ്ട്രാറ്റജിക് പേഷ്യൻസ് എന്ന് പറയുന്നൊരു നയമുണ്ടായിരുന്നു അവർക്ക്. അതിൽ നിന്നുള്ള വലിയൊരു വ്യതിചലനമായിരുന്നു ആ നേരിട്ടുള്ള ആക്രമണം. ഇതിന് മറുപടിയായി ഇസ്രായേലും ഇറാനാണുള്ള ചെറിയ തോതിലൊരു ആക്രമണം നടത്തി. അങ്ങനെയാണ് ഈ നിഴൽ യുദ്ധം പെട്ടെന്നൊരു നേരിട്ടുള്ള യുദ്ധമായി മാറിയത്. ഇനി രണ്ട് ഭാഗത്തുള്ളവരുടെയും വാദങ്ങൾ നോക്കിയാൽ ഇറാൻ പറയുന്നത്, ഞങ്ങൾ പലസ്തീൻ ജനതയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്, മുസ്ലിം പുണ്യസ്ഥലങ്ങളെ സംരക്ഷിക്കാനാണ് നോക്കുന്നത്. ഇസ്രായേലാണ് ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമൊക്കെ സാധാരണക്കാരെ കൊല്ലുന്ന അധിനിവേശ ശക്തി എന്നൊക്കെയാണ്. അതേസമയം ഇസ്രയേൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറാൻ ഞങ്ങളെ ഈ ലോകഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഹമാസിനെയും ഹിസ്ബുള്ളയും പോലുള്ളവരെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു പേടിയും അവർക്കുണ്ട്. ഇറാൻ അത് നിഷേധിക്കുന്നുണ്ട്, എന്നാലും ആ ഒരു ഭയം നിലനിൽക്കുന്നുണ്ട്. അതെ. അപ്പോൾ തങ്ങളുടെ രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാനാണ് ഈ നടപടികളൊക്കെ എന്നാണ് ഇസ്രയേലിന്റെ വാദം. സിറിയയിലും ലബനനിലും ഗാസയിലും ഒക്കെയുള്ള ഇറാന്റെ സ്വാധീനം തടയണം എന്നും അവർ പറയുന്നു. ലേഖനം ശരിക്കും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ വാദങ്ങളൊക്കെ ഇരുപക്ഷവും എങ്ങനെയാണ് തങ്ങളുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്നതെന്നാണ്. ലോകരാജ്യങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് ഇതിനോട്? ചിലരൊക്കെ ഇറാനെ പിന്തുണയ്ക്കുന്നതിനെക്കുറിച്ച് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. അതായത് ഈ പാശ്ചാത്യ ശക്തികൾക്കെതിരെ ഇസ്രായേലിനെതിരെ നിൽക്കുന്നൊരു ശക്തിയായിട്ട്, അല്ലെങ്കിൽ പലസ്തീൻ്റെ ഒരു സംരക്ഷകനായിട്ടൊക്കെ ഇറാനെ കാണുന്ന ചിലരുണ്ട്. പക്ഷേ മറുവശത്ത് നോക്കിയാൽ ഇറാനെതിരെ സ്വന്തം രാജ്യത്ത് പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്നു,
ന്യൂനപക്ഷങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങളും ശക്തമായിട്ടുണ്ട്. ശരിയാണ്. സത്യം പറഞ്ഞാൽ ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. ആഗോളതലത്തിൽ തന്നെ അഭിപ്രായങ്ങൾ ഭിന്നിച്ചു കിടക്കുകയാണ്. ചില രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്ത്, അറബ് ലോകം, മുസ്ലിം രാജ്യങ്ങളൊക്കെ പലസ്തീൻ വിഷയത്തിലൊരു അനുഭാവം ഒരുപക്ഷെ ഇറാനോട് കാണിക്കുന്നുണ്ടാവാം. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾ മിക്കവാറും ഇസ്രായേലിനെയാണ് പിന്തുണയ്ക്കുന്നത്, ഇറാനെ ഒരു ഭീഷണിയായിട്ടും കാണുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഒരു ജനതയുടെ, ഇപ്പോൾ ഉദാഹരണത്തിന് പലസ്തീൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതും ഒരു പ്രത്യേക ഗവൺമെന്റിന്റെ എല്ലാ നയങ്ങളെയും കണ്ണടച്ചു പിന്തുണയ്ക്കുന്നതും രണ്ടാണ്. ആ ഒരു വേർതിരിവ് അത് പ്രധാനമാണ്. ലേഖനവും അത് പരോക്ഷമായി പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഒരുപാട് കാലമായുള്ള വളരെ സങ്കീർണമായൊരു തർക്കമാണ്. അടുത്ത കാലത്തത് കുറച്ചുകൂടി അപകടകരമായ രീതിയിലേക്ക്, അതായത് നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറിയിരിക്കുന്നു. അതെ. ഇരുപക്ഷത്തിനും അവരവരുടെ ഭാഗത്തു പറയാൻ ശക്തമായ ന്യായീകരണങ്ങളുണ്ട്. ലോകരാജ്യങ്ങളുടെ പിന്തുണയും പല തട്ടിലാണ്. ഇതില് ഒരു കാര്യം കൂടി ആലോചിക്കാവുന്നതാണ്. അതായത്, ഈ നേരിട്ടുള്ള ഒരു സംഘർഷം ഒരു യാഥാർത്ഥ്യമായ സ്ഥിതിക്ക് ഇനി മുന്നോട്ട് ഇറാനും ഇസ്രായേലും അതുപോലെ ഇവരെ പിന്തുണയ്ക്കുന്ന അന്താരാഷ്ട്ര ശക്തികളും തങ്ങളുടെ തന്ത്രങ്ങളിൽ എന്ത് മാറ്റം വരുത്താനാണ് സാധ്യത? പണ്ടത്തെ ആ ഒരു പരോക്ഷ യുദ്ധത്തിന്റെ രീതികൾക്കപ്പുറം പുതിയ എന്ത് സമീപനങ്ങളായിരിക്കും ഇനിയുണ്ടാവുക? ഇതൊരു പ്രധാന ചോദ്യമാണ്, നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാൻ പറ്റുന്ന ഒന്ന്. എന്തായാലും ഈ വിഷയത്തിൽ ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിനും ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും വളരെ നന്ദി.